നമസ്കാരം. അമേരിക്ക ഇന്ത്യയുടെ ശത്രുരാജ്യം തന്നെയാണ്. നമ്മുടെ മിത്രമായി നമ്മൾ പറയുന്നെങ്കിലും ഇതിലെല്ലാം വ്യക്തമാണ്. അതായത് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഇന്ത്യയെ തകർക്കാനുള്ള ഗൂഢ നീക്കത്തിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻ US പ്രസിഡന്റായ ബരാക് ഒബാമ ഓൾ വി ഇമേജിംഗ് എസ് ലൈറ്റ് എന്ന സിനിമയെ 2024 താൻ ഇഷ്ടപ്പെട്ട സിനിമകളുടെ കൂട്ടത്തിൽ പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് പിന്നിൽ ചില ഗൂഢ ലക്ഷ്യങ്ങൾ പതുങ്ങിയിരിക്കുന്നുണ്ടാകാം. കാരണം ഒബാമയും മറ്റ് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായ പ്രതിനിധിയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പണ്ട് ഡൊണാൾഡ് ട്രംപാണ് ഒബാമയുടെ ഡീപ് സ്റ്റേറ്റ് ബന്ധം കണ്ടെത്തി പുറത്തേക്ക് എത്തിച്ചത്. ഇതിനെ ഒബാമ ഗേറ്റ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പേരിട്ട് വിളിച്ചത്. അമേരിക്കയിൽ തനിക്കെതിരെ നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ കുറ്റകൃത്യത്തിന് പിന്നിൽ ബരാക് ഒബാമയായിരുന്നുവെന്നാണ് ട്രംപ് കണ്ടെത്തിയത്. അമേരിക്കൻ രഹസ്യ പോലീസായ FBI-യിലെയും US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലെ ജസ്റ്റിസുമാരെയും കൂട്ടുപിടിച്ച് ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയതിന് പിന്നിൽ റഷ്യയുടെ ഇടപെടലാണെന്ന് തിയറി ഉണ്ടാക്കിയതും ഒബാമയാണെന്നാണ് ട്രംപ് കണ്ടെത്തിയത്. ഇപ്പോൾ US-ലെ ഒരു ജഡ്ജിയെ കൊണ്ട് അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ചാർത്തിയതിന് പിന്നിൽ ഡീപ് സ്റ്റേറ്റിന്റെ കരങ്ങളാണ് എന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒബാമ ഒരു സുപ്രഭാതത്തിൽ താൻ 2024 ഇഷ്ടപ്പെടുന്ന സിനിമയിൽ ഓൾ വി ഇമേജിംഗ് എസ് ലൈറ്റ് എന്ന പായൽ കപാടിയുടെ സിനിമ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നിഷ്കളങ്കമായ ഇഷ്ടപ്പെടലായി കണ്ടുകൂടാ. അതിന് പിന്നിലും ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഓസ്കാറിലേക്ക് ഇന്ത്യ തിരഞ്ഞെടുത്ത ലാപ്ട ലേഡീസ് എന്ന സിനിമ തെറ്റായ തീരുമാനമായിരുന്നുവെന്നും പകരം തിരഞ്ഞെടുക്കേണ്ടത് ഓൾ ദി ഇമേജിംഗ് എസ് ലൈറ്റ് ആണെന്നുമുള്ള പ്രചാരണമാണ് ഒരിടത്ത് ബരാക് ഒബാമയുടെ നേതൃത്വത്തിലുള്ള ഡീപ് സ്റ്റേറ്റ് നടത്തുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളെല്ലാം കഴിവുകെട്ടതാണെന്നും വരുത്തി തീർക്കാനുള്ള ഒരു ആസൂത്രണമായ ഒരു ശ്രമമാണ് ഈ നീക്കം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒബാമ ഈ സിനിമയെ തന്നെ 2024 ഇഷ്ട സിനിമകളുടെ കൂട്ടത്തിൽപ്പെടുത്തുമ്പോൾ ആ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കാൻ ഇത് കൂടുതൽ സഹായമാകും. ഇന്ത്യൻ റെയിൽവേ, അതായത് റെയിൽവേയിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾ സുപ്രീം കോടതിയിൽ ന്യൂനപക്ഷങ്ങളും പിന്നാക്കഭാഗങ്ങൾക്കെതിരെ വിധി പുറപ്പെടുവിക്കുന്നുവെന്ന ചില വിധികളെ ചൂണ്ടിക്കാട്ടിയുള്ള ദുഷ്പ്രചാരണം, നീറ്റ് പരീക്ഷ നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള പ്രചാരണം, NDA തുടങ്ങി ഇപ്പോൾ മോദി സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സംവിധാനങ്ങളൊന്നും ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണ് ഡീപ് സ്റ്റേറ്റിന്റെ പല അജണ്ടകളിൽ ഒന്ന്. മോദി സർക്കാരിനെ വിവിധ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നും ആ ധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് കടത്തിവിടാനാണ് ഡീപ് സ്റ്റേറ്റ് ഇപ്പോൾ മുതലാക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഒബാമ ഈ ഓൾ വി ഇമേജിംഗ് എസ് ലൈറ്റിനോടുള്ള ഇഷ്ടവും പ്രകടിപ്പിച്ചത്. നിഷ്കളങ്കമായി ചിരിക്കുന്ന മുഖമുള്ള ഒബാമ അത്ര നിഷ്കളങ്കനല്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഡീപ് സ്റ്റേറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, മറ്റ് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിച്ച് പാപഭരണം സൃഷ്ടിക്കുന്ന US-ലെ ശക്തരായ ഒരു പറ്റം ആളുകളുടെ ഗ്രൂപ്പിനെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആരെല്ലാമാണ് ഡീപ് സ്റ്റേറ്റിലെ അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ, ഇതിൽ US സർക്കാരിലെ ചില അതീവ രഹസ്യ അംഗങ്ങൾ വരെ ഇതിലുണ്ട്. അതായത് ഇതിൽ അമേരിക്കൻ രഹസ്യ പോലീസിലുള്ളവർ, അതായത് FBI, CIA പോലുള്ള അംഗങ്ങൾ ഇതിൽ അംഗങ്ങളാണ്, ഡീപ് സ്റ്റേറ്റിൽ അംഗങ്ങളാണ്. അതുപോലെ സാമ്പത്തിക വ്യാവസായിക സ്ഥാപനങ്ങളും നേതാക്കളും അംഗങ്ങളുമായിട്ടുണ്ട്. ഇങ്ങനെ രഹസ്യമായി പ്രവർത്തിക്കുന്ന അധികാര പ്രയോഗത്തിൽ ലഹരി കണ്ടെത്തുന്ന ശക്തന്മാരുടെ ഒരു ഗ്രൂപ്പിനെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന ഓമന പേരിട്ട് നമ്മൾ വിളിക്കുന്നത്. ഇവർ മറ്റ് രാജ്യങ്ങളിലെ അധികാരം അട്ടിമറിക്കാനും അതാത് രാജ്യങ്ങളിൽ US ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന NGO-കൾ ഈ ഭരണം അട്ടിമറിക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന പ്രതിനിധികളാണ്. ഇന്ത്യയിൽ ഈ പണി ചെയ്യുന്നവരിൽ മുൻപന്തിയിലാണ് ശതകോടീശ്വരനായ ജോസ് സോറസ്. അദ്ദേഹത്തിന്റെ പണം കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ തിന്നു കൊഴുക്കുന്നതും അതുപോലെ തന്നെ ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ പല ഉഡായിപ്പ് പരിപാടികളും ഇവർ പ്ലാൻ ചെയ്യുന്നത്.